രാധ, സുബൈദ, സെക്രട്ടറി, ഗുരുവായൂരിൻ്റെ കലാകാരൻ, ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഇൻസ്പെക്ടർ കൂടിയായിട്ടുള്ള ഗസൽ ഗായകൻ, കേരളത്തിൽ അറിയപ്പെടുന്ന കലാകാരൻ മനു തമ്പി, കൂട്ടായ്മയുടെ ഭാരവാഹികൾ, കോർഡിനേറ്റർ, സെക്രട്ടറി, എല്ലാവരും കയറിയിരിക്കണം. നമുക്ക് പരിപാടി ആരംഭിക്കാറായി. ആദ്യമായി പ്രാർത്ഥന. ശൈലജ, ലളിതാംബിക, ജയശ്രീ. അജിത. അഖിലാണ്ട മണ്ഡപം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണ പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ എന്നും. സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമിണക്കി കുടികൊള്ളും സത്യമേ ശരണം നീ നിത്യം. ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ്സു വിളയാടി കാണാൻ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ, പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ, പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ. കുടുംബസംഗമത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി 83-84 ബാച്ചിൻ്റെ സെക്രട്ടറി ശ്രീ മനോജ് കളത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു. പ്രിയമുള്ള സഹപാഠി സുഹൃത്തുക്കളെ, സുഹൃത്തുക്കളുടെ കുടുംബാംഗങ്ങളെ, നമ്മൾ 83-84 SSLC MRM ബാച്ചിൻ്റെ കൂട്ടായ്മ തുടങ്ങിയിട്ട് 2024 ഈ വർഷമാകുമ്പോഴേക്കും 6 വർഷമായി. ഇതിൻ്റെ തുടക്കത്തിലെ കുടുംബസംഗമത്തിന് ഞാൻ ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും വീഡിയോ കണ്ടപ്പോൾ വളരെ നമ്മുടെ MRM സ്കൂളിൽ വെച്ച് തന്നെയായിരുന്നു വളരെ നിബിഡമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം ഉണ്ടായിരുന്നു ആ വർഷം. ഓരോ വർഷം നമ്മൾ കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു സംശയം. ഇപ്രാവശ്യം നമ്മുടെ സാന്നിധ്യം ഇന്ന് ഞായറാഴ്ച ആയ കാരണമാവും എന്ന് തോന്നുന്നു. ഉച്ചയ്ക്ക് ശേഷമാകുമ്പോഴേക്കും നമ്മൾ കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ഈ കൂട്ടായ്മ തുടങ്ങിയതിന് ശേഷം അതിൻ്റെ ജനറൽ ബോഡിയും അതുപോലെ തന്നെ ഓണാഘോഷ പരിപാടികളും ന്യൂ ഇയർ പ്രോഗ്രാമുകളുമായിട്ട് നമ്മളെല്ലാവരും ഈ കൂട്ടായ്മയിൽ ഒത്തുചേർന്ന് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടായ്മയാണ് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടിയിട്ട് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കാം. നമ്മുടെ ഈ ബാച്ചിൻ്റെ ദുഃഖങ്ങളിലായാലും സന്തോഷത്തിലായാലും അവരുടെ മക്കളുടെ സന്തോഷം ആയിട്ടുള്ള കല്യാണം അതുപോലുള്ള പരിപാടികളിലായാലും നമ്മുടെ കൂട്ടായ്മ എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ട്
വളരെ സന്തോഷകരമായ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ MRM 83-84 ബാച്ച്. ഈ കുടുംബസംഗമം ഇപ്രാവശ്യം നടത്തുവാനുണ്ടായ സാഹചര്യത്തിൽ നമ്മൾക്ക് ഒരുപാട് വിഷമതകൾ ഉണ്ടാകുന്ന സംഭവങ്ങളുണ്ടായി. പ്രകൃതിക്ഷോഭം, അതുപോലെയുള്ള മറ്റു പല വിഷമതകളും ഉണ്ടാവുകയുണ്ടായി. ഒരു അവസരത്തിൽ നമ്മളിത് നീട്ടിവെച്ചാലോ എന്ന് വരെ നമ്മൾ ആലോചിച്ചതാണ്. പക്ഷേങ്കിൽ നമ്മുടെ കൂട്ടായ്മയുടെ ആ ഒരു സന്തോഷം പങ്കിടാനായിട്ട് പ്രവാസികളായിട്ടുള്ള ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ ഗൾഫിൽ നിന്നും അതിനകം തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു, അതുപോലെ ലീവെല്ലാം സംഘടിപ്പിച്ചു. എന്തായാലും നമ്മുടെ ഈ കൂട്ടായ്മയിൽ എല്ലാവരെയും കാണണം, ആ സന്തോഷത്തിൽ പങ്കെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി എല്ലാവരും വ്യക്തമായി ആക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എക്സിക്യൂട്ടീവ് യോഗം ചെയ്യുകയും അതിൽ നമ്മൾ ഈ കൂട്ടായ്മ നമ്മുടെ ഈ കുടുംബസംഗമം എന്തായാലും പ്രാവശ്യം നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഈ ഒത്തൊരുമ തന്നെയാണ് വലിയ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ അധികം സംസാരിച്ച് നീട്ടുന്നില്ല. ഇവിടെ നിക്ഷിപ്തമായിട്ടുള്ളത് സ്വാഗത പ്രസംഗം എന്നുള്ള കർമ്മമാണ്. ഞാനതിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഈ സംഗമം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് സിനിമാ രംഗത്തും അതുപോലെ കലാപരമായും പരിചയപ്പെടുത്താതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ശ്രീമാൻ പ്രജോദ് കലാഭവൻ എന്ന പേരിലാണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെടുന്നത്. കാരണം ആദ്യകാലങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സ്കിറ്റുകളും കാര്യങ്ങളും കാണുമ്പോഴൊക്കെ നമ്മൾ ചിരിക്കാത്ത കുടുംബാംഗങ്ങളുണ്ടാവില്ല. അത്രയും മനോഹരമായിട്ടുള്ള ഒരു കഴിവുള്ള ഒരു കലാകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്കായിട്ട് നിർദ്ദേശിച്ചത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബാബു ഗുരുവായൂർ അദ്ദേഹമാണ്. നമ്മളെ ഈ കലാപം പ്രചോദനമാണ് നമ്മളെ പ്രാവശ്യത്തെ പ്രോഗ്രാമിന് തന്നെ നിർദ്ദേശിച്ചത്. അതുപ്രകാരം നമ്മൾ ശ്രീ കലാപം പ്രചോദ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനത്തിന് വരാമെന്ന് നേരുകയും ചെയ്തു. അപ്പോൾ ആദ്യമായി അദ്ദേഹത്തെ ഹാർദമായി വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ 83-84 ബാച്ചിന് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ ഗുരുവായൂരിൻ്റെ അഭിമാനം മാഷൂടെ പറഞ്ഞു വന്നു. ഇനിയൊരു അവസരത്തിൽ ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ലോക പ്രശസ്തിയായി കാണട്ടെ എന്ന മനസ്സാൽ സന്തോഷത്തോടു കൂടി തന്നെ നമ്മുടെ കുമാരി ഗംഗ കുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഗംഗയുടെ ഒന്ന് രണ്ട് വയലിൻ പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. ഈ അവസരത്തിൽ വളരെ സന്തോഷത്തോടെ നമ്മുടെ ബാച്ചിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ് കുമാരി ഗംഗ. അടുത്തതായിട്ട് നമ്മുടെ ഗുരുവായൂർ ആരോഗ്യ വകുപ്പിൻ്റെ ദേവസ്വം ആരോഗ്യ വകുപ്പിൽ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് ഒരുപാട് ഗസൽ അദ്ദേഹത്തിൻ്റേതായ ശൈലിയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ മനു തമ്പി, അദ്ദേഹത്തെ ഹാർദമായി 83-84 ബാച്ചിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ 83-84 ബാച്ചിൻ്റെ പ്രസിഡൻറ്റും അധ്യക്ഷനുമായ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനുമായ സുനിൽ മാഷ് നമ്മുടെ കൂടെ പഠിച്ച് അധ്യാപകരായി അതേ സ്കൂളിൽ തന്നെ അധ്യാപനം
നടത്തുന്ന നമ്മുടെ സുനിൽ മാഷെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമ്മുടെ ബാച്ചിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ചീഫ് കോർഡിനേറ്റർ, കഴിഞ്ഞ തവണ നമ്മുടെ സെക്രട്ടറി ആയിരുന്നു. വളരെ ഗംഭീരമായ പ്രകടനം കാഴ്ചവെക്കാറുള്ള നമ്മുടെ EP ഷൈൻ, അദ്ദേഹം ഇപ്പോൾ ഒരു പടി കൂടി മുന്നോട്ട് കയറി ചീഫ് കോർഡിനേറ്റർ ആയിരിക്കുകയാണ്. അദ്ദേഹത്തിനെ ഈ വേദിയിൽ നമ്മുടെ 83-84 ബാച്ചിൻ്റെ നമ്മുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തായി നമ്മുടെ ട്രഷറർ റഷീദ്, അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ബാച്ചിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമുകളെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് ഈ പ്രോഗ്രാം തുടങ്ങിയ അന്ന് മുതൽ എല്ലാ ദിവസവും വീഡിയോ ആണ്. അപ്പോൾ അത് കാരണമായിരിക്കും ഇപ്പോൾ ആരും ഇവിടെ പറഞ്ഞു ആളുകൾ വരാത്തതിൻ്റെ കാരണം ഇതെല്ലാം ഇനി വീഡിയോയിൽ കാണാലോ എന്നുള്ളത് കാരണം ചിലപ്പോൾ ആളുകൾ കുറഞ്ഞതാവാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിന് എന്നും സജീവത നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഈ കൂട്ടായ്മയെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നതിൽ വലിയൊരു പ്രധാന പങ്കുവഹിക്കുന്ന നമ്മുടെ റഷീദിന് നമ്മുടെ ബാച്ചിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തായി നമ്മുടെ വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ രാധ, അതുപോലെ ശ്രീമതി രാധ, ശ്രീമതി സുബൈദ, അനിൽകുമാർ, രാജീവ്, എല്ലാവരെയും ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പ്രോഗ്രാമിനായിട്ട് നമ്മുടെ ഗസ്റ്റുകളെ പ്രധാനമായിട്ടും നമുക്ക് എല്ലാം പരിചയപ്പെടുത്തി തരുന്നിരുന്ന ഏത് പ്രോഗ്രാമിലും നമ്മളെ പ്രോഗ്രാം തുടങ്ങിയ അന്ന് മുതൽ നമ്മുടെ ബാബു ഗുരുവായൂർ, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. കൂടുതലായിട്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ വന്നിട്ടുള്ള എല്ലാ എൻ്റെ കൂട്ടുകാർക്കും കൂട്ടുകാരുടെ കുടുംബാംഗങ്ങൾക്കും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി. ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനായിട്ട് നമ്മുടെ സുനിൽ മാഷ്, അദ്ദേഹത്തെ ഈ പ്രോഗ്രാം നയിക്കാനായിട്ട് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, അധ്യക്ഷ പ്രസംഗം ഉദ്ഘാടനത്തിനൊക്കെ ശേഷം നമ്മുടെ നിന്നയുടെയും അതുപോലെ മനു തമ്പിയുടെയും പരിപാടികൾക്ക് ശേഷം ആവാം. വളരെ സങ്കടകരമായ ഒരു കാലത്തിലൂടെയാണ് നാം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുടുംബസംഗമം തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ഒരു ഘട്ടത്തിൽ മാറ്റിവെക്കണോ എന്നതിനെ സംബന്ധിച്ച്. പക്ഷെ നമ്മുടെ പ്രവാസികളായ പല സുഹൃത്തുക്കളും ഇതിനുവേണ്ടി ലീവ് എടുത്ത് നാട്ടിലെത്തിയ സമയത്ത് അത് മാറ്റിവെക്കേണ്ടതില്ല എന്നൊരു തീരുമാനവും ഈ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഓരോരുത്തർ കഴിയാവുന്ന സഹായങ്ങൾ ഇവിടെ വെച്ച് സ്വീകരിച്ച് അത് CMൻ്റെ DMR ഫണ്ടിലേക്ക് അയക്കണം എന്ന ഒരു തീരുമാനവും ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. 2 അനുശോചന പ്രമേയങ്ങൾ ആണ് ഇവിടെ ആദ്യമായി അവതരിപ്പിക്കുന്നത്. ആ ഓരോ പ്രമേയത്തിനും 1 മിനിറ്റ് നേരം എല്ലാവരും മൗനം ആചരിക്കേണ്ടതുണ്ട്. ഞാൻ പ്രമേയം അവതരിപ്പിക്കാം. കഴിഞ്ഞ കുടുംബസംഗമത്തിൽ 2 വർഷം കൂടുമ്പോഴാണ് നാം കുടുംബസംഗമം നടത്താറ്. 2022 ജൂലൈ മാസം 23-ാം തീയതി നമ്മുടെ തന്നെ സഹപാഠിയായ ശ്രീ റാഫിയുടെ വീട്, അതായത് ഒരു ലോഡ്ജാണ് അതിപ്പോൾ പ്രവർത്തിക്കുന്നത്. ആ വീട്ടുമുറ്റത്ത് വിപുലമായ നിലയിൽ പന്തലിട്ടുകൊണ്ട് സാജൻ പള്ളുരുത്തിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ആ കുടുംബസംഗമത്തിൽ നമ്മോടൊപ്പം മുൻനിരയിൽ ഇരുന്ന ശ്രീമതി ലതാ ബീവി ഇന്ന് ഈ സംഗമത്തിൽ നമ്മോടൊപ്പമില്ല. അവർക്ക് അസുഖങ്ങൾ സംഭവിച്ച സമയത്തൊക്കെ നമ്മളാൽ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ
കഴിഞ്ഞ വർഷം ജൂൺ മാസം 5-ാം തീയതി ശ്രീമതി ലതാ ബീവി നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു. 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഹപാഠി ശ്രീമതി സാബിറ കഴിഞ്ഞ കുടുംബസംഗമത്തിൽ കുടുംബസമേതം ഇവിടെ പങ്കെടുത്ത ശ്രീമതി സാബിറ നമ്മളെ വിട്ടുപോയി. കുടുംബസംഗമത്തിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മോടൊപ്പം പഠിച്ചിരുന്ന ശ്രീ സുനിൽ ടി എ ഈ സംഗമത്തിൽ നമ്മോടൊപ്പമില്ല. ഈ 3 പേരുടെയും ജ്വലിക്കുന്ന സ്മരണകളിരമ്പുന്ന ഈ സമ്മേളനങ്ങളിൽ ഈ കുടുംബസംഗമ വേദി അവരുടെ ദേഹവിയോഗത്തിൽ 83-84 ബാച്ചിൻ്റെ അഗാധമായ ദുഃഖവും അനുശോചനവും ഇവിടെ രേഖപ്പെടുത്തുന്നു, ശിരസ്സ് നമിക്കുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ച മുതൽ നാം TV മാധ്യമം, ദൃശ്യമാധ്യമങ്ങളിൽ, പത്രങ്ങളിലൊക്കെ നമ്മളെ വേദനിപ്പിച്ച വയനാടിലെ ചൂരൽമല, മുണ്ടക്കൽ തുടങ്ങിയ മേഖലകളിലുണ്ടായ ഉരുൾപൊട്ടലിൽ 100 കണക്കിന് ആളുകൾ, സർക്കാർ എണ്ണിത്തിട്ടപ്പെടുത്തി പറയുന്ന ആളുകൾക്കപ്പുറത്ത് മരിച്ചുപോയവർ, അനാഥരാകപ്പെട്ടവർ, ശവശരീരങ്ങൾ കിട്ടാതെ പോയവർ, ഒരു വിദ്യാലയം, ഈ വിദ്യാലയത്തിൻ്റെ കൂട്ടായ്മ നടക്കുന്ന ഘട്ടത്തിൽ വെള്ളാർമല ഹൈസ്കൂൾ, അതുപോലെ GLP സ്കൂൾ, ആ വിദ്യാലയത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഇന്ന് ജീവൻ പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അവർ പഠിച്ച വിദ്യാലയം പോലും കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. വയനാട് ലോകം കണ്ട, ഇന്ത്യ കണ്ട, കേരളത്തിൽ കണ്ട ഇത്രയും വലിയ ഈ പ്രകൃതിക്ഷോഭത്തിൽ മരണമടഞ്ഞവരുടെ ദേഹവിയോഗത്തിൽ 83-84 ബാച്ചിൻ്റെ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു, ശിരസ്സ് നമിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ 3ാമത് കുടുംബസംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന കലാകാരൻ, കോമഡി ആർട്ടിസ്റ്റും സിനി ആർട്ടിസ്റ്റും കൂടിയായിട്ടുള്ള ശ്രീ കലാഭവൻ പ്രചോദാണ്. അദ്ദേഹത്തെ നിങ്ങൾക്കേവർക്കും വേണ്ടി നമ്മുടെ ഈ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു.
വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്മാർ, കൂടാതെ വേദിയിലിരിക്കുന്ന നമ്മുടെ 83-84 ബാച്ചിൻ്റെ ഭാരവാഹികളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന രാമൻ മെമ്മോറിയൽ സ്കൂളിലെ 83-84 വിദ്യാർത്ഥികളെ, ഞാൻ അങ്ങനെ പറയുകയാണ്. കാരണം ഒരുപാട് വിഷമഘട്ടത്തിലൂടെ കടന്നുപോയ കുറച്ച് ദിവസങ്ങൾ, നമ്മളെ എന്നും സങ്കടത്തിലാക്കുന്ന ഒരുപാട് വാർത്തകളിലൂടെ കടന്നുപോയ വയനാട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ, അവരുടെ എല്ലാ ആത്മാവിലും നിത്യശാന്തി നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ബാച്ചിൻ്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ബാബുചേട്ടനെ വിളിച്ചു, ചേട്ടാ ഇങ്ങനൊരു പ്രശ്നമാണല്ലോ, അപ്പോൾ നമ്മൾ പ്രോഗ്രാം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അവിടെ പറഞ്ഞു, അതുപോലെ നമ്മളെല്ലാവരും ദുഃഖത്തിലിരിക്കുന്ന ഒരു സമയമാണ്, അപ്പം നമ്മളിത് കൂടാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളൊന്നും ആഘോഷങ്ങൾ വലുതായിട്ടൊന്നുമില്ല, എങ്കിലും വന്ന് പ്രചോദനം കോമഡിയൊക്കെ പറഞ്ഞ ആൾക്കാരുടെ വിഷമം മാറ്റണം എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് എന്ത് പറഞ്ഞാലും നിങ്ങൾ ചിരിക്കണം, ഇല്ലാതെ ബാബുചേട്ടൻ്റെ വിഷമമാണ്. കാരണം ബാബുചേട്ടൻ എന്നോട് സംസാരിച്ചതിന് ഏറ്റവും വലിയ കോമഡി ഉണ്ടായത്, ഈ ബാബുചേട്ടനോട് ഞാൻ എപ്പോൾ ചോദിച്ചാലും പ്രായം 46-45 പറയുന്നത്, ഏത് വർഷം നോക്കിയാലും 47 അങ്ങോട്ട് കൂടിയിട്ടില്ല. അപ്പോൾ ഇന്ന് വന്നപ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സുനിമാഷിനോട് പറഞ്ഞു, ഞാനും ബാബു ഒന്നിച്ച് പഠിച്ചത്, ഞാൻ അടുത്ത വർഷം റിട്ടയർ ആക്കാൻ പോവുക. അപ്പം ഞാൻ ബാബുചേട്ടനെ നോക്കിയപ്പോൾ ബാബുചേട്ടൻ പറഞ്ഞു, എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞു, മാഷ് ബാബുചേട്ടൻ ഒന്നിച്ച് പഠിച്ചാൽ മാഷ് ഈ വർഷം റിട്ടയർ ആകാൻ പോവുക. അപ്പം നിങ്ങൾ വളരെ പറയാം, അല്ലല്ല മാഷ് തോറ്റു പഠിച്ചാൽ ഞാൻ ശരിക്കും പഠിച്ചതാണ്, എന്നാലും ഇവിടെ സമ്മതിച്ചിട്ടില്ല. പക്ഷേ ഇന്നിവിടെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ശരിയാണ്, ജീവിതത്തിൽ നമുക്ക് ഓർക്കുവാനായിട്ട് കുറച്ച് സന്തോഷങ്ങളും ഒക്കെ ഉള്ള നിമിഷങ്ങളാണ്. കഴിഞ്ഞ വർഷം സാരംഗ വൃത്തി വന്നിരുന്നു, അദ്ദേഹം ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ പോയാൽ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചു പറയും. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നമുക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ളൊരു സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. കാരണം നമുക്കൊരു ഒത്തൊരുമയുണ്ട്, ഒരു കൂട്ടായ്മയുണ്ട്. ഒറ്റയാൾപ്പെട്ടൊരു ജീവിതം എന്ന് പറയുന്നത് നമുക്ക് അവസാനം ഡിപ്രഷനൊക്കെ അടിച്ച് നിരാശയോടുകൂടി എല്ലാവരെയും ശത്രുക്കളായി കണ്ട് ഈഗോയും കോംപ്ലക്സും ഒക്കെ അടിച്ചുകൊണ്ട് ഒരു മനുഷ്യ ജീവിതം ആ ഒരു കാലഘട്ടം മാറിയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കൂട്ടായ്മയുണ്ട്. അപ്പോൾ ഈ ഒരുപാട് കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ ഒരുപാട് രസകരമായ അനുഭവങ്ങൾ നമുക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഇൻ്റർവ്യൂവിലൊക്കെ പറയാറുണ്ട്, പണ്ട് എൻ്റെ കൂടെ പഠിച്ച ഒരു സിസ്റ്റർ കട്ടപ്പനൊരു സ്കൂളിൽ വർക്ക് ചെയ്യും. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്കൂളിലെന്ന് പറഞ്ഞു, സാമ്പത്തികമായിട്ട് വലിയ ഭദ്രതയുള്ള ഒരു സ്കൂളല്ല, പിന്നോക്കം നിൽക്കുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ ഈ സ്കൂളിൽ വന്നിട്ട് അവിടെ വന്ന് എല്ലാവരും ഒന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ പോയി പാട്ടൊക്കെ പാടി സന്തോഷത്തോടെ തിരിച്ചിറങ്ങാൻ നേരം ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞു, പ്രചോദനം ഞങ്ങളുടെ സ്കൂളിൽ ബാത്റൂം ഇല്ല, അപ്പോൾ ആരോടെങ്കിലും പറഞ്ഞിട്ടൊരു ബാത്റൂം ഒന്ന് സ്പോൺസർ ചെയ്യണം, പണി കഴിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ ഗൾഫിലുള്ള കുറച്ച് സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു, അവർ ആ സ്കൂളിൽ നല്ലൊരു ബാത്റൂം ടോയ്ലറ്റൊക്കെ പണി കഴിപ്പിച്ചു. അതിനുശേഷം കുറേ നാളിന് ശേഷം ഇതുപോലെ ഓണപ്പരിപാടിക്ക് ഒരു കൂട്ടായ്മയിൽ ചങ്ങനാശ്ശേരിയിൽ വെച്ച് കാണുകയുണ്ടായി. അപ്പോൾ ചങ്ങനാശ്ശേരി വെച്ച് കണ്ടപ്പോൾ സിസ്റ്റർ എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് മുമ്പ് ആശംസ പറയാൻ വേണ്ടി സിസ്റ്റർ എഴുന്നേറ്റിട്ട് എന്നെ നോക്കി ആൾക്കാരോട് പറഞ്ഞു, പ്രചോദനം എന്ന് പറയുന്ന ആൾ വെറും ഒരു കലാകാരൻ മാത്രമല്ല, വെറും ഒരു സിനിമാ നടൻ മാത്രമല്ല, അദ്ദേഹം നല്ല മനുഷ്യ സ്നേഹിയാണ്. എൻ്റെ സ്കൂളിൽ വന്നു, ഞങ്ങളുടെ സ്കൂളിൽ ഒരു ബാത്റൂം ഇല്ല, ടോയ്ലറ്റ് ഇല്ലായിരുന്നു, പ്രചോദനം അങ്ങനെ ഒരു ബാത്റൂം ഞങ്ങൾക്ക് പണി കഴിപ്പിച്ചു തന്നു. സത്യം പറയാം, ഇപ്പോൾ ബാത്റൂമിനകത്തോട്ട് കയറുമ്പോൾ എനിക്ക് പ്രചോദനത്തിൻ്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ടീച്ചറിന് അത് പ്രശ്നമൊന്നുമില്ല, ടീച്ചർ വളരെ സിൻസിയറായിട്ട് പറഞ്ഞു തീർത്തുന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകും. 83 ബാച്ച് എന്ന് പറയുന്ന വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടിയ ഒരു വർഷം കൂടിയാണ് 83 എന്ന് പറയുന്നത്, അല്ലേ? അത് നമ്മുടെ ഒരു ഭാഗ്യമാണ് 83. അതുപോലെ തന്നെ എനിക്കൊരു സിനിമയിൽ അങ്ങനെ 1983 എന്ന് പറയുന്നത് നിവിൻ പോളി നായകനാകുന്ന സിനിമയിൽ എനിക്ക് ഒരു വേഷം ചെയ്യാൻ സാധിച്ചു. കാരണം ക്രിക്കറ്റൊക്കെ നമ്മുടെ ഒരു പാഷനാണ്, ക്രിക്കറ്റ് നമുക്ക് ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. അന്ന് നമ്മൾ ഈ ക്രിക്കറ്റ് കാണാൻ വേണ്ടി വീട്ടുകളിലൊക്കെ പോകും, തിരിക്കുന്ന ആന്റിനെയൊക്കെ നോക്കും, കറക്റ്റായിട്ട് നമ്മൾ നോക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് അനുഭവിച്ച് വന്ന ആൾക്കാരാണ് ആ സമയത്ത്.
അപ്പം ഇത്തരത്തിലുള്ള കൂട്ടായ്മ, പിന്നെ ഈ വാട്സാപ്പ് കൂട്ടായ്മയുണ്ട്. ഈ കൂട്ടായ്മയൊക്കെ ഭയങ്കര രസകരമാണ്. അപ്പോൾ ചിലപ്പോൾ 9 മണി കഴിഞ്ഞിട്ട് 2 ചെറുതൊക്കെ അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ 9 കഴിഞ്ഞ് സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആദർശങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. ചിലർ എല്ലാത്തിനും വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. ചില ഇപ്പോഴും ചില സമയത്ത് ഇങ്ങനെ വാട്സപ്പിൽ ചില ആൾക്കാർ ശ്രദ്ധിച്ചറിയാം, ചുമ്മാ മെസ്സേജ്. അതായത് ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു ആദരാഞ്ജലിയിട്ടൊരു പോസ്റ്റ് ഇട്ടാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അടുത്ത സെക്കൻഡ് വേറെ കോമഡി ആയിരിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലേ? അത്തരത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പല പല സ്വഭാവങ്ങൾ നമുക്കറിയാൻ സാധിക്കും. അപ്പം ഞാൻ നമ്മുടെ സ്കൂളിൽ ഈ കോളേജിൽ ഈ 95 ബാച്ച് ഞങ്ങൾ കൂട്ടായ്മയ്ക്ക് പോവുകയുണ്ടായി. അപ്പോൾ അന്ന് ഓണത്തിനാണ്, ഫാമിലിയൊക്കെ ഉണ്ട് എൻ്റെ കൂടെ. അപ്പം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യൂണിയൻ ഭാരവാഹിയാണ്, ആർട്സ് സെക്രട്ടറി ആയിരുന്നതുകൊണ്ട് ഈ ആർട്സ് ഫെസ്റ്റിവലിന് ഈ കുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കരമായ, അതായത് ഇവരെ എല്ലാം പഠിപ്പിക്കാനും ഒക്കെ ഓരോ ടീച്ചർമാരെയൊക്കെ നമ്മൾ കൊണ്ടുവരും. അങ്ങനെ ഒരു ദിവസം വൈകിട്ട് 5 മണിക്ക് ഞാനിങ്ങനെ ഓഡിറ്റോറിയത്തിൽ സൈഡിൽ കണ്ടപ്പോൾ അവിടുത്തെ ഈ പറയുന്ന ബാത്റൂമിൽ നിന്ന് ഭയങ്കര സൗണ്ട് കേട്ടപ്പോൾ അവിടെ ഈ വെള്ളം ലീക്കായിട്ട് കുട്ടി നിന്ന് കരയായി, വെള്ളമൊക്കെ ദേഹത്ത് ഭയങ്കര തെറിച്ചു. ഞാൻ അവിടെ ചെന്നു, നമ്മൾ വന്ന് ഈ പൈപ്പൊക്കെ റെഡിയാക്കി ഒരു അരമണിക്കൂറോളം ഏകദേശം എടുത്തു. അതിനുശേഷം എല്ലാം സെറ്റായി. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഈ പ്രാവശ്യം ബാച്ചിന് ചെന്നപ്പോൾ ഓണസദ്യയൊക്കെ കൊണ്ട് തിരിച്ച് ഞാൻ വൈഫായിട്ട് കൈ കഴുകാനായിട്ട് ഈ ബാത്റൂമിൻ്റെ സൈഡിൽ വന്നപ്പോൾ ഈ കുട്ടി ഓടി വരിക, എൻ്റെ കൂടെ പഠിക്കുന്നതാണ്. പെട്ടെന്ന് പറഞ്ഞു, പ്രചോദനം ഈ ബാത്റൂം ഓർമ്മയുണ്ടോ? അപ്പോൾ ഞാൻ നോക്കിയിട്ട് നമ്മളിതിനകത്തായിരുന്നു അന്ന് പരിപാടി അരമണിക്കൂർ എന്ന് പറയും. അപ്പോൾ വൈഫ് എന്തെങ്കിലും നോക്കി, കാരണം ഈ പറയുന്നതിൻ്റെ അർത്ഥം പെട്ടെന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ അത്തരത്തിലുള്ള കൂട്ടായ്മ ചെല്ലുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം എന്ന് പറയാൻ കാര്യം, നമ്മളെല്ലാവരും സർപ്രൈസ് കൊടുക്കുന്ന ആൾക്കാരാണ്, പ്രത്യേകിച്ച് വൈഫിന്. എൻ്റെ കൂടെ ഒരു കൂട്ടുകാരുണ്ട്, ഇവൻ എവിടെ പോയാലും എൻ്റെ കൂടെ ഈ പ്രോഗ്രാം കാണാനൊക്കെ വരും. കാര്യം ഞാൻ ഒരേ ഐറ്റം ചെയ്യുന്നെങ്കിലും അവനെന്തോ ഒരു പുതുമയാണ് കാണുന്നത്, അവന് മനസ്സിലാക്കാൻ പറ്റാതെ കാണുന്നില്ല, എല്ലാ സ്ഥലത്തും വരും. അങ്ങനെ ഒരു സമയത്ത് ഞാൻ ചെല്ലുന്ന സമയത്ത് ഇവന് ഈ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഒന്നും പറയണ്ട, വൈഫിനൊരു സർപ്രൈസ് കൊടുക്കില്ല. അപ്പോൾ ഇദ്ദേഹം SBIയുടെ അസിസ്റ്റൻറ്റ് മാനേജറായിരുന്നു. ഇദ്ദേഹത്തിന് മാനേജറായിട്ട് പ്രൊമോഷൻ കിട്ടി. അപ്പോൾ ഈ കാര്യം ഇദ്ദേഹം വീട്ടിൽ വിളിച്ച് പറഞ്ഞില്ല. വീട്ടിൽ വിളിച്ച് പറഞ്ഞ് ഞാൻ വരുന്നുണ്ട്, സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വൈഫ് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ സർപ്രൈസ്? അപ്പോൾ പുള്ളി പറഞ്ഞ് പറയാം, പക്ഷേ ജാടയൊക്കെ ഇട്ടു. അപ്പോൾ അസിസ്റ്റൻറ്റ് മാനേജറാണ്, മാനേജറായിട്ട് പ്രൊമോഷൻ കൂട്ടി പുള്ളി സർപ്രൈസായിട്ട് പറയാമെന്ന് കരുതി വീട്ടിൽ ചെന്നപ്പോൾ വൈഫ് ചോദിച്ചു എന്താ സർപ്രൈസ്? പറയാം, ഭയങ്കര ജാട. അതിനുശേഷം പുള്ളി കുടിയെല്ലാം കഴിഞ്ഞു. അപ്പോഴും വൈഫ് വെച്ചിട്ട് പുള്ളി പറഞ്ഞില്ല. അത്താഴമെല്ലാം കഴിഞ്ഞു ബെഡ്റൂമിലേക്ക് കയറിയപ്പോൾ പുള്ളി പറഞ്ഞു സർപ്രൈസ് എന്താണെന്ന് ഞാൻ പറയട്ടെ. വൈഫ് ചോദിച്ചു എന്താണ്? ഇന്ന് നിൻ്റെ കൂടെ കിടക്കുന്നത് SBI മാനേജറാണ്. ഒറ്റയടിയാണ്. പിന്നെ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഈ അസിസ്റ്റന്റ് മാനേജറായിട്ട് പ്രൊമോഷൻ കിട്ടിയ അത് പറയാനുള്ള സമയം കിട്ടി. 8 സ്റ്റിച്ചൊക്കെ ഇട്ടിങ്ങനെ കിടപ്പുണ്ട്. അപ്പം ഞാൻ ദൈവത്തോട് സർപ്രൈസ് കൊടുക്കരുതാണ്, കാരണം ഇങ്ങനെ അബദ്ധം പറ്റിയത്. അപ്പം ഇത്തരത്തിലുള്ള സർപ്രൈസുകൾ കൊണ്ട് അബദ്ധം പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി എന്തിന് ഫേസ്ബുക്കിൽ നിസാരം സ്പെല്ലിങ്ങിൽ മിസ്റ്റേക്ക് മതി ഒരു കുടുംബ പ്രശ്നം ഉണ്ടാകും. അമ്മായിമ്മ മരുമകൾ പോരാട്ടം. എൻ്റെ അമ്മ വൈഫിൻ്റെ അടുത്ത് കുറേ നാൾ മിണ്ടാതായിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. ഈ ഒരു മൂക്കുത്തി മേടിച്ചു കൊടുത്തു അമ്മ വൈഫിന്. മൂക്കുത്തിക്ക് മേടിച്ചു കൊടുത്തു, ബർത്ത്ഡേ തന്നെ മേടിച്ചു കൊടുത്തു. അമ്മയ്ക്ക് ഫേസ്ബുക്കിൽ ഞാൻ എടുത്തു കൊടുത്തു. അമ്മ തന്നെ ഫേസ്ബുക്കിൽ ഞാൻ ഫോട്ടോ ഇട്ട് പോസ്റ്റ് ചെയ്തു. ഈ മൂക്കുത്തി എങ്ങനെയുണ്ട് എന്നാണ് അമ്മ ഉദ്ദേശിച്ചത്. പക്ഷേ ഒരു സ്പെല്ലിങ് മാറിപ്പോയി. ഈ മുതുക്കി എങ്ങനെയുണ്ട് എന്നാണ്. അപ്പം ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളിലൂടെയൊക്കെ ഉണ്ടാകുന്ന രസകരമായ മുഹൂർത്തങ്ങളിലൂടെയൊക്കെ കടന്നു വരുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. തീർച്ചയായിട്ടും ജീവിതം എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. ഞാൻ കലാഭവനിൽ കൊച്ചിൻ കലാഭവൻ ആയിരുന്ന സമയത്ത് അവിടെയായിരുന്നു. സ്നേഹമാണീശ്വരന്റെ രൂപം, സ്നേഹമാണീശ്വരന്റെ രൂപം. അങ്ങനെ സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപം എന്നുള്ളത് ഓരോ വരികളിലൂടെ കാണിച്ചു തന്ന ഒരു വലിയ മഹാപ്രതിഭയായ പ്രിയപ്പെട്ട ആബേലച്ചൻ്റെ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു. അങ്ങനെയുള്ള യാത്രകൾ ഒരുപാട് കഴിഞ്ഞ് ഇന്ന് ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ സിനിമകളിൽ വേഷങ്ങളൊക്കെ ചെയ്ത് ഇവിടെ വന്ന് നിൽക്കുകയാണ്. എനിക്ക് അനുകരണം എന്ന് പറയുന്നത് ഒരുപാട് പേരെ അനുകരിക്കാനുണ്ടെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയെങ്കിലും നമ്മുടെ കൂടെ അന്നും ഇന്നും സഞ്ചരിക്കുന്ന ഒരു വലിയ കലാകാരനുണ്ട്, പ്രിയപ്പെട്ട കലാഭവൻ മണി എന്ന് പറയുന്നതാണ്. അപ്പോൾ ചേട്ടൻ വന്ന് പറഞ്ഞ് കലാഭവൻ്റെ ഒരു പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അതിനു മുമ്പ് ഈ 83 സഞ്ചാരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ഗായകരുണ്ട്. അന്ന് നിങ്ങളുടെ കൂടെയൊക്കെ ആണെങ്കിൽ ഒരുപാട് പേര് പാട്ടുകൾ പാടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഒരുപാട് പാട്ടുകളുണ്ടെങ്കിലും എന്നും തങ്ങി നിൽക്കുന്ന ഒരു 2-3 പാട്ട്. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ, ഇല്ലേ? ആ പാട്ടെല്ലാവർക്കും അറിയില്ലേ? നിതാന്തമാ തെളിമാനും പൂത്ത നിശീലേ ദേവദാരു പൂത്തു എൻ
നിഴലും പൂനിലാവുമായി ദൂരെ വന്നു ശശികല. നിഴലും പൂനിലാവുമായി ദൂരെ വന്നു ശശികല. മഴവില്ലിൻ അഴകായി ഒരു നാളിൽ വരവായി ഏഴഴകുള്ളൊരു തീരിൽ എൻ്റെ ഗായകൻ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ. ഇഷ്ടപ്പെട്ടവന്ന് കൈപിടിക്കണം. അതുപോലെ നമ്മുടെ മനസ്സിലൊക്കെ തങ്ങി നിൽക്കുന്ന പാട്ടായിരുന്നു പെണ്ണിൻ്റെ ചെഞ്ചൊണ്ടിൽ പുഞ്ചിരി പൂത്തു അയ്യാ കണ്ണാടി പുഴയിൽ വിരിയണ കൈതല പോലെ. കണ്ടില്ലേ കിന്നാരം പറയുന്നൊരാള് അയ്യാ കാലടി മുടിയിണ കലവില പോലെ. പെണ്ണിൻ്റെ ചെഞ്ചൊണ്ടിൽ പുഞ്ചിരി പൂത്തു അയ്യാ കണ്ണാടി പുഴയിൽ വിരിയണ കൈതല പോലെ. കരിവണ്ടിന കണ്ണുകളിൽ ഒളിയമ്പുകളെയ്യണതോ തേൻ കുടിക്കണതോ കണ്ടു. വിറകൊള്ളണ ചുണ്ടുകളിൽ ഉരിയാടണ തന്തരമോ മാനമന്തരമോ കേട്ടു. ഒയ്യാരം പയ്യാരം തുടികൊട്ടണ ശൃംഗാരം ഓയ് ഓയ് മനസ്സിന് പുലരുന്ന പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു അയ്യാ കണ്ണാടി പുഴയിൽ വിരിയണ കുളിരല പോലെ. കണ്ടില്ലേ കിന്നാരം പറയുന്നൊരാള് അയ്യാ ഈ കാലടി മുഴയിണ കലവില പോലെ. അപ്പോൾ അത്തരത്തിലുള്ള പാട്ടുകളുണ്ട്. ഇതെല്ലാം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കേട്ട് വളർന്ന് ഒരുപാട് അനുഗ്രഹീതമായിട്ടുള്ള നമ്മുടെ ദേവരായ മാഷും ശ്രീമാൻ നമ്പി സാറിനെ പോലുള്ളവരും ജോൺസൺ മാഷിനെ പോലുള്ളവരൊക്കെ ഈണം പകർന്ന ഒരുപാട് പാട്ടുകൾ. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ, കനവായി കനവായി ഉയരാൻ ഒഴുകാനഴകിലും പൂമാനമേ ഒരു രാഗമേഘം താ. കരളിലും ഒരു മൗനം കസവലിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ വീണയായി മണിവീണയായി വീജിയായി കുളിർവാരിയായി മനമൊരു ശ്രുതിയായി. പൂമാനമേ ഒരു രാഗമേഘം താ, പൂമാനമേ ഒരു രാഗമേഘം താ. അത്തരത്തിലുള്ള ഒരുപാട് പാട്ടുകൾ നമുക്ക് കേൾക്കാൻ സാധിച്ചു. നമ്മളെല്ലാം ഇഷ്ടപ്പെട്ടു വന്ന ആൾക്കാരാണ്. പിന്നെ മിമിക്രി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളൊക്കെ അനുകരിക്കാറുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെയും അച്യുതാനന്ദ സാറിനെയൊക്കെ അനുകരിക്കുമ്പോഴാണ്. മിമിക്രി ചെയ്യണോ, എന്തെങ്കിലും വേണോ? നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ അല്ലെ ബാബുച്ചേട്ടൻ ഇരിക്കും, അങ്ങനെ ബാബുച്ചേട്ടൻ ചമ്മിയിരിക്കുക പ്രായത്തിൻ്റെ കേസിൽ. അത് കഴിഞ്ഞ് ഫേസ്ബുക്ക് കിട്ടണം. അപ്പോൾ നമ്മുടെ ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ് അയ്യോ പണിപാലല്ലോ രാഗാനം പാടി വെക്കാൻ ആരും നല്ലല്ലോ. അപ്പോൾ ഈ പാട്ട് നമ്മുടെ അച്യുതാനന്ദ സാർ ഉമ്മൻചാണ്ടി സാർ രണ്ടില് ഞാൻ സാറ് അദ്ദേഹം ഇവിടെ വാങ്ങിയതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ അങ്ങനെ അനുകരിക്കാറില്ല. എങ്കിലും ഇത് ഒരു ഹാസ്യത്തിൻ്റെ രീതിയിൽ കണ്ടാൽ മതി. ഈ പാട്ട് രണ്ടില് അച്യുതാനന്ദ സാറ് പാടുകയാണ്. അയ്യോ പണിപാലല്ലോ രാഗീഗാനം പാടി ഉറക്കാൻ ആരുമില്ലല്ലോ, എനിക്ക് രാഗീഗാനോ പാടാനാണില്ല. മുറയിൽ തനിച്ചാൽ കൂട്ടില്ല, എണ്ണ വെച്ചാൽ ഇട്ടത്ത് വരുമോ ചാണ്ടി ഡുണ്ടും ആരോ കഥകിന് തട്ടി. ആരാ?
എന്താ പാടിയ വെക്കാൻ അങ്ങനെ കണ്ണിൽ കണ്ടവരൊക്കെ രാജീരാനോ പാടിയാനോ ഉറങ്ങുന്നതല്ല ഞാൻ. ഇതൊക്കെ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു വേദിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിച്ച് പോകുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് പേരെ അനുകരിക്കാറുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇന്നും മായാതെ കിടക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻ മനുഷ്യരാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഇന്ന് ഈ വേദിയിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ അഭിസംബോധന പ്രിയപ്പെട്ട കലാഭവനല്ലേ നിങ്ങളുടെ കലാഭവനെ വയലും സാർന്ന് പാടകത്തിലുമ്മ വയല പൊട്ടിച്ച് പാപ്പട്ട വയല് തട്ടാളി ഇന്റെ കുടലിൽ കത്തിലുമ്മ പണം പടങ്ങിട്ട് ഓണപ്പഴകലുമ്മ ആ പാട്ട് മമ്മക്ക് പഠിപ്പിച്ചോളി. അതായത് ഒരുപാട് പാട്ടുകൾ നമ്മൾ പാടാറുണ്ട്, കേൾക്കാറുണ്ട്. മഴയത്തും വെയിലത്തും പോയരുതേ നാടിന്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോകരുതേ നാടിന്റെ വെട്ടം കളയരുതേ. നിഴലുപോൾ പറ്റി കൂടെ നടന്നാലും നിഴലുപോൾ പറ്റി കൂടെ നടന്നാലും നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എന്നോട് നീ തനിച്ചല്ലേ പേടിയായില്ലേ കൂട്ടിന് ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ. അങ്ങനെ ഒരുപാട് പാട്ടുകൾ മണിച്ചേട്ടൻ്റെ നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന പോലെ തീർച്ചയായിട്ടും ഞാൻ കരാക്കെ ഇട്ടിട്ട് മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടാം. പാടട്ടെ ചേട്ടാ, ഇത് കൊടുക്കാം, ഒന്നും കൊടുക്കുവാൻ നമുക്ക് എല്ലാവർക്കും കൂടെ പാടാം. ഒരു പാട്ടാണ് അതിൻ്റെ കരാക്കെ എടുത്ത് നമുക്ക് പാടാം. അങ്ങനെ മണിച്ചേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന മെമ്മറിയിൽ നിൽക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കോർത്തിണക്കി ഒരു പാട്ടിലേക്ക് കിടക്കാം. സമയമുണ്ടല്ലോ അല്ലേ? പക്ഷേ സമയമുണ്ടോ? ആ അത് കൊടുക്കാം ചേട്ടാ, നോക്കാം. അല്ലത് ബാബുച്ചേട്ടൻ പിടിച്ചോ. പിന്നെ അപ്പം ഇങ്ങനെ ഞാൻ ഈ മൈക്കിൽ പാടിയാൽ മതി. നമ്മുടെ കൈകൊട്ടുകൊണ്ട എന്ന് പറയുന്ന ഒരു പാട്ടാണ്. കൈകൊട്ടുകണ്ടേ കൈകൊട്ടുകണ്ടേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട് കൈകൊട്ടുകണ്ടേ കൈകൊട്ടുകണ്ടേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. ആ ആ കൈകൊട്ടുകണ്ടേ കൈകൊട്ടുകണ്ടേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. കൈകൊട്ടുകണ്ടേ കൈകൊട്ടുകണ്ടേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. കൈമണിയും പെടും നന്ദിനി കുട്ടിക്ക് മാറുന്നുണ്ടായ കല്യാണം. കൈമണിയും പെടും നന്ദിനി കുട്ടിക്ക് മാറുന്നുണ്ടായ കല്യാണം. നാദസരം വേണം തകില് വേണം പിന്നെ ആശാരിച്ചെന്നെ തങ്കു വേണം. നാദസരം വേണം തകില് വേണം പിന്നെ ആശാരിച്ചെന്നെ തങ്കു വേണം. കാറ്റ് വേണ്ട, കാറ്റ് വേണ്ട. ഓ കൈകൊട്ടുകണ്ടേ കൈകൊട്ടുകണ്ടേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. കൈകൊട്ടുകണ്ടേ കൈകൊട്ടുകണ്ടേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്.
എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഇത്രയും നേരം നിങ്ങളുമായിട്ട് സംസാരിക്കുവാനും പാട്ടുകൾ പാടാനും സാധിച്ചത്. തീർച്ചയായിട്ടും ഈ 83-84 ബാച്ചിൽ ഇനിയുള്ള എല്ലാ ഒത്തുകൂടലും വരെ ഭംഗിയായി തീരട്ടെ. സർവേശ്വരനോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ ബോറടിച്ചില്ലെങ്കിൽ പാടാം, ഒരു പാട്ടോടെ പാടാം മത്സരങ്ങൾ. നമുക്ക് ഈ മത്സരങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടുകളാണ്. അതിൻ്റെ വേറെ മൈക്കുണ്ട്. കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരാൻ ഡാൻസ് ചെയ്യാൻ ഞാൻ പാട്ട് പാടുമ്പോൾ പാട്ട് പാടുന്നവർക്ക് പാടാം. അവൾക്ക് ടിഷ്യൂ ഒക്കെ നല്ല കൊടുത്ത് അവളെ ടിഷ്യൂ ഒക്കെ കൊടുത്തു. ഹലോ ഹലോ പാടാം, വാ ചുമ്മാ ഡാൻസ് ചെയ്യാം. നിങ്ങൾക്കറിയാവുന്ന പാട്ടുകളാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന മണിച്ചേട്ടൻ്റെ പാട്ടുകളൊക്കെയാണ്. അവിടെയൊക്കെ പ്രോഗ്രാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി സമയം കളയണ്ട, നമുക്ക് തുടങ്ങാം അല്ലേ? അറിയില്ലേ, പിള്ളേരും വരുന്നില്ല. ഓക്കെ, അപ്പോൾ മണിച്ചേട്ടൻ തന്നെ ഒരു ചെയിൻ സോങ്. ഓക്കെ. കണ്ണിമാപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരേ മാമ്പഴമാകട്ടേന്ന്
കണ്ണിമാന പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ കുഞ്ഞാരെ മാമ്പഴമാകട്ടെ കണ്ണിമാന പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ കുഞ്ഞാരെ മാമ്പഴമാകട്ടെ കോളേജിൽ പോകുമ്പോൾ പലമുഖം കാണുമ്പോൾ എന്നെയും ഓർത്തിടണേ എന്റെ കുഞ്ഞാരെ എന്നെയും ഓർത്തിടണേ കണ്ണിമാന പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ കുഞ്ഞാരെ മാമ്പഴമാകട്ടെ ചെറുപ്പത്തിലെ എന്റെ കുഞ്ഞേടി നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലേടി എന്റെ കുഞ്ഞേടി നിന്നെ ഞാൻ കണ്ടതല്ലേടി കുഞ്ഞുനാൾ ചെറുപ്പത്തിലെ എന്റെ കുഞ്ഞേടി നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലേടി എന്റെ കുഞ്ഞേടി നിന്നെ ഞാൻ കണ്ടതല്ലേടി കൊച്ചു കൊച്ചു മുറങ്ങളും കഴിയുമ്പോൾ എന്റെ കുഞ്ഞേടി നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലേടി എന്റെ കുഞ്ഞേടി നിന്നെ ഞാൻ കണ്ടതല്ലേടി വൈകിച്ചക്കടകളകണക്കിന് തുടി തുടിത്തൊരു കല്യാണി തുടി തുടിത്തൊരു കല്യാണി കൊടകരയിലാക്കിയാടുമ്പ കണ്ടതിനോ കണ്ടതിനോ ചാട്ടുള്ളിൽ മുന്നത്തുള്ള തുളക്കുന്ന മൂർച്ചയുള്ളൊരു നോട്ടമാ മൂർച്ചയുള്ളൊരു നോട്ടമാ കാലിടകൾ വകരുന്ന കിടി കുടുകണെന്ന് ചെലുത്തി കിടി കുടുകണെന്ന് ചെലുത്തി വൈകിച്ചക്കടകളകണക്കിന് തുടി തുടിത്തൊരു കല്യാണി തുടി തുടിത്തൊരു കല്യാണി കൊടകരയിലാക്കിയാടുമ്പ കണ്ടതിനോ കണ്ടതിനോ എടുത്ത് കിട്ടനാകാശിന്റെ കണ്ണം മുടിച്ച് എന്റെ മോണക്കട്ടത്തില്ല കല്ലേലായോ എന്റെ മോണക്കട്ടത്തില്ല കല്ലേലായ പകലെ മുഴുവ പണി എടുത്ത് കിട്ടനാകാശിന്റെ കണ്ണം മുടിച്ച് എന്റെ മോണക്കട്ടത്തില്ല കല്ലേലായോ എന്റെ മോണക്കട്ടത്തില്ല കല്ലേലായ കിട്ടിയവരെ കൈ കൊടുക്കാൻ കല്യാണം കുട്ടികളെ കല്യാണം കുട്ടികളെ പകലെ മുഴുവൻ പണി എടുത്ത് കണ്ണ് മുടിച്ച് പകലെ മുഴുവൻ പണി എടുത്ത് കിട്ടനാകാശിന്റെ കണ്ണ് മുടിച്ച് എന്റെ മോണക്കട്ടത്തില്ല കല്ലേലായോ എന്റെ മോണക്കട്ടത്തില്ല കല്ലേലായ ചണ്ടയ്ക്ക് പോകുമ്പോ ചണ്ടയ്ക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള
ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് വിട്ടെങ്ങും പോകുകയില്ല. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇഷ്ടപ്പെട്ടാൽ ഒരു നല്ല കൈയടി തരണം. ഈ ഒരു സംഗമം എന്നും മനസ്സിൽ ഓർത്തിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് നല്ല ദിവസങ്ങൾ വരട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തത് നമ്മുടെ ഗുരുവായൂരിൻ്റെ അഭിമാനം ഗംഗയുടെ വയലിൻ